ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് മീ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് വീഡിയോസ് കണ്ടു നോക്കൂ. അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈക്കാട് അയ്യയെക്കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലും പറഞ്ഞിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു തൈക്കാട് അയ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തൈക്കാട് അയ്യ ജനിച്ച വർഷം 1814 തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിക്ക് അടുത്തുള്ള നഗലപുരം എന്ന സ്ഥലത്താണ്. നമുക്കറിയാം, പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെ തൈക്കാട് അയ്യയുടെ ഭാര്യയുടെ പേര് കമലമ്മാൾ എന്നായിരുന്നു. ഓക്കെ, തൈക്കാട് അയ്യാവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യയൊക്കെ അഭ്യസിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ തൈക്കാട് അയ്യ ആയിരുന്നു. തൈക്കാട് അയ്യാവിനെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാരാണ് സച്ചിദാനന്ദ മഹാരാജ്, ചിട്ടി പരദേശി. തൈക്കാട് അയ്യാവിൻ്റെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഓക്കെ, അപ്പം തൈക്കാട് അയ്യാവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ മറക്കരുത്: ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. അതുപോലെ തന്നെ തൈക്കാട് അയ്യയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സുബ്ബരായൻ എന്നാണ്. അത് PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരെന്താണ്? സുബ്ബരായൻ. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ തന്നെയാണ്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് നമ്മൾ തൈക്കാട് അയ്യ. ഹഠയോഗോപദേഷ്ട എന്നും തൈക്കാട് അയ്യ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചിട്ടുള്ളത് തൈക്കാട് അയ്യ ആയിരുന്നു. അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് സൂപ്രണ്ട് അയ്യ എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുകളിലാണ് തൈക്കാട് അയ്യ അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ തൈക്കാട് അയ്യ ഗുരുവിൻ്റെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠ സ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതിത, ഒരേ ഒരു മതം ഒരേ ഒരു കടവുൾത്ത എന്ന പ്രസിദ്ധമായിട്ടുള്ള മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാട് അയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു വഴിയാണ്. ഓക്കെ, അതുപോലെ തന്നെ തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട രചനകളാണ് രാമായണം പാട്ട്, രാമായണം, അതുപോലെ തന്നെ ബാലകാന്ഡം, പഴനി വൈഭവം, ബ്രഹ്മോത്തരകാന്ഡം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഹനുമാൻ പാമലൈ, എൻ്റെ കാശിയാത്ര. ഓക്കെ, തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥം അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. അത് 1943 ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡൻസിലെ മാനേജറായിട്ട് നിയോഗിച്ചിട്ടുള്ളത് മഗ്രിഗറാണ്. തൈക്കാട് അയ്യ സമാധിയായിട്ടുള്ള വർഷം 1909 ജൂലൈ 20 നമുക്കറിയാം, ജനിച്ചിരിക്കുന്നത് 1814 സമാധി ആയത് 1909 ഓക്കെ, തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശിവനാണ്. മനോന്മണിയം സുന്ദരം പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യർ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവ പ്രകാശ സഭ. തൈക്കാട് അയ്യ ചെന്നൈയിലെ അഷ്ടപ്രധാന സഭയിലാണ് പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, ഞാൻ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിത് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു.